ഇപ്പൊ ജയേഷിനെ കണ്ടിട്ട് എന്ത് തോന്നി? ജയേഷിനോട് ഞാൻ ചോദിച്ചല്ലോ, നീ ഈ കോളനിക്കകത്ത് ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയല്ലോടാ നീ എന്ന് ചോദിച്ചു. പോലീസുകാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. അവന് തല കുനിച്ചങ്ങ് പോവുമായിരുന്നു. പക്ഷേ അയ്യോ, ഇത് എന്തൊരു ഭയങ്കര അത്ഭുതമാണ്. ഇവനെ ഇനി പുറം ലോകം കാണിക്കാതെ ഇരുന്നാൽ നല്ല കാര്യം. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഇനി ഇവിടെ ഈ കൊച്ചു കുട്ടികളൊക്കെ വളരുമല്ലേ. നമ്മുടെ പിള്ളേരെയും പിടിച്ചുകൊണ്ട് പോകുകയില്ലെന്ന് നമുക്ക് നിശ്ചയമുണ്ടോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഈ കോളനിയിൽ വളരുന്ന കൊച്ചു 8ലും 10ലും പഠിക്കുന്ന പിള്ളേരുണ്ട്. ഈ കൊച്ചുങ്ങളെ ഇതുപോലെ ഇവൻ എന്തെങ്കിലും പറഞ്ഞ് മയക്കി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതുപോലെ അറിയുന്നത്. അറിയത്തില്ല. ഇത്രയും വലിയ സംഭവം ഇതുവരെ നടന്നിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. ഇത്രയും ജനം ഇന്നിവിടെ കൂടിയല്ലോ. ഈ ജനങ്ങളിൽ ആരെങ്കിലും ഒരാളറിഞ്ഞോ? മാധ്യമങ്ങളിൽ കൂടിയാണ് അറിഞ്ഞത്. ഇതാണ് സത്യം. ചേച്ചി, ജയേഷിനെ കണ്ടിട്ട് കല്യാണം കഴിച്ചേച്ച് വന്ന ഒരു വരനെ പോലുണ്ട് അവനെ കണ്ടിട്ട്. അവൻ ഹാപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അവൻ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ 2 കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്ക് ഇപ്പം വന്നേക്കുന്നത്. അത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. ആരൊക്കെ എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നിയിരുന്നു. അവൻ്റെ അമ്മ വലിയ പൂജാരിയായിരുന്നു. ഇതുപോലെ ക്ഷുദ്രപ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടല്ലേ മക്കളും വളർന്നത്. ആ രീതിയാണ് അവനും അങ്ങനെ ചെയ്തേക്കുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാം അവൻ്റെ തള്ളയെക്കുറിച്ച്. എല്ലാം തള്ളയത് കാണാതെ പെട്ടെന്ന് പോയതും കാര്യമായി. അവർ മരണപ്പെട്ടു പോയി. അല്ലെ ഇപ്പം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയം കഴിഞ്ഞതായിരുന്നു. പിന്നെ ദൈവനമ്പരാൻ അവരെ നേരത്തെ അങ്ങ് വിളിച്ചു. പക്ഷേ അവരാ കാണിക്കുന്ന ക്ഷുദ്രത്തിൻ്റെ എല്ലാ പരിപാടികളും ഇപ്പോൾ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം. രശ്മിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുള്ളതായിട്ട് സൂചനയുണ്ടോ? അവൾ അങ്ങനെ പെണ്ണുങ്ങളോട് ആരോടും മിണ്ടത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിള്ളേരെ കൊണ്ട് അംഗൻവാടി പോകുന്നതൊക്കെ ഞങ്ങൾ കാണുന്നതല്ലാതെ അവളും നമ്മളോടൊന്നും വലിയ മിണ്ടാട്ടമൊന്നും കാര്യമില്ല. പിന്നെ ചെറുക്കൻ നല്ല പയ്യനായിരുന്നു. നേരത്തെ ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ഒക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ നല്ല പയ്യനായിരുന്നു. ഇവളെ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം ഇവൻ ഇത്തിരി സ്വഭാവക്കാരനായത്. അതിനൊപ്പൊക്കെ നല്ല പയ്യനായിരുന്നു. ആ പിള്ളേർ 3 ആൺപിള്ളേരുണ്ട്. അവർ 3 പേരും നല്ല പിള്ളേരായിരുന്നു. പിന്നെ എന്തോ പറ്റിയോ ഇങ്ങനെ ആകാൻ ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കഴിയുമ്പോഴല്ലേ ഓരോരുത്തരും വഴി തെറ്റി പോകുന്നെന്ന് പറയുന്നത്. ഈ ജയേഷിന്റെ സഹോദരങ്ങളൊക്കെ എവിടെയാണ്? അവരെവിടെയാണെന്നൊന്നും അറിയത്തില്ല. അവർ മൂത്ത ചേർക്കാൻ കല്യാണം കഴിച്ച് ഏറ്റവും ഇളയത് കല്യാണം കഴിച്ചോ എനിക്കറിയത്തില്ല. അവരും ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം. അവരൊക്കെ പാവം പിള്ളേരാണ്. പക്ഷേ ഈ ചെറുക്കൻ ഈ പെണ്ണിനെ കെട്ടിച്ചതിന് ശേഷം മാത്രമാണ് ഇവൻ ഇത്രയും ഇങ്ങനെ നശിച്ചു പോയത്. ചേച്ചി, പുറത്തു നോക്കിയ ചെറിയൊരു വീടാണ്. അങ്ങനെ ഒരു വലിയ സംഭവം നടന്ന വീടാണെന്ന് തോന്നത്തേ ഇല്ല. എന്തു പറയുന്നു? അല്ല, എനിക്കൊന്നും ചുരുക്കത്തിൽ നാട്ടുകാർക്കൊക്കെ വലിയ അതിശയവും അമ്പരപ്പും തന്നെയാണ് ഈ ടെലിവിഷൻ ചാനലിലൂടെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ചെറിയ വീട്ടിൽ ഈ 2 പേരും ചേർന്ന് ഇത്ര വലിയൊരു കുറ്റകൃത്യം ചെയ്തോ എന്നതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ആകെ പ്രദേശവാസികളും നാട്ടുകാരും സമീപവാസികളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉള്ളത്. എന്തായാലും കേസിൻ്റെ വിശദാംശങ്ങളിൽ ഇപ്പോൾ നമ്മൾ അറിഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റെന്തോ കൂടി പുറത്തേക്ക് വരാനുണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പോലീസിൻ്റെ മൗനത്തിൽ നിന്നും വ്യക്തമാവുന്നത്.